ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ആപത്തുകാലത്ത് ആശ്രയമില്ലാതിരുന്നപ്പോൾ നാം മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. പ്രശ്നങ്ങൾക്ക് പോംവഴിയുണ്ടായി, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ആത്മധൈര്യവും സന്തോഷവും ലഭിച്ചു. എന്നാൽ ഇപ്പോൾ ദൈവാശ്രയവും പ്രാർത്ഥനയും കുറയുന്നു. ഇനി ഭയപ്പെടാനില്ല, ദൈവിക സഹായവും ആവശ്യമില്ല എന്ന് ചിന്തിച്ചു തുടങ്ങുന്നു. ധനവും സ്ഥാനമാനങ്ങളും ലഭിച്ചു കഴിഞ്ഞു. ഇനി ദൈവാശ്രയം കൂടാതെ തന്നെ ജീവിക്കാമെന്നാണ് ചിന്ത. ഇത് അബദ്ധമാണ്. ഈ പരീക്ഷയിൽ നാം വീഴരുത്. ആദ്യം ദൈവത്തെ ആശ്രയിച്ച് വിജയം നേടിയ ആസാ രാജാവ് പിന്നീട് മനുഷ്യ സഹായത്തിൽ ആശ്രയിച്ചതിനാൽ ദൈവം ഇനി സഹായിക്കുകയില്ലെന്ന് പ്രവാചകൻ പറയുന്നു. യഹൂദായിലെ മൂന്നാമത്തെ രാജാവായ ആസ ആരംഭകാലത്ത് ദൈവാശ്രയത്തിൽ ജീവിച്ചു. ആ കാലത്ത് എത്തോപ്യൻ സൈന്യം യുദ്ധത്തിനായി വന്നു. മനുഷ്യ സഹായം തേടാതെ ദൈവത്തിൽ ആശ്രയിച്ച് യുദ്ധം ചെയ്ത് ആസ ജയിച്ചു. എന്നാൽ മറ്റൊരു യുദ്ധമുണ്ടായപ്പോൾ ആസ സിറിയക്കാരുടെ സഹായം ആവശ്യപ്പെട്ടു. ഇത്തവണ ആസയുടെ വഴി തെറ്റിപ്പോയി. ദൈവ നടത്തിപ്പ് അനുഭവിച്ചവർ, പ്രാർത്ഥന കൊണ്ട് കാര്യം നേടിയവർ ദൈവാശ്രയം ഉപേക്ഷിച്ചാൽ അവരുടെ ജീവിതം പരാജയമാകും. യേശുവിൻ്റെ വാക്കിൽ വിശ്വസിച്ച പത്രോസ് ജലപ്പരപ്പിൽ നടന്നു. സംശയിച്ച് ചുറ്റുപാട് നോക്കിയപ്പോൾ മുങ്ങിപ്പോകുവാൻ തുടങ്ങി. നമ്മിൽ പലരും ദൈവത്തോട് ചോദിച്ച് പല കാര്യങ്ങൾ നേടിയവരാണ്. ഇനി സ്വന്തം ബുദ്ധിയും കഴിവും കൊണ്ട് കാര്യങ്ങൾ സാധിക്കാമെന്ന് ചിന്തിക്കരുത്. താഴ്ചയിൽ നിന്ന് നമ്മെ ഉയർത്തിയവനായ ദൈവത്തിൻ്റെ ഉയർച്ചയിൽ നമ്മെ നിലനിർത്തുവാനും ദൈവകൃപ ആവശ്യമാണ്. ദൈവമാണ് അനുഗ്രഹങ്ങൾ തന്നതെങ്കിൽ നഷ്ടപ്പെടാതിരിക്കുവാനും ദൈവസഹായം വേണം. 1 തെസ്സലോനിക്കർ 5:16. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.